അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ ഒരു സ്റ്റിച്ചിങ് റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റിച്ചിങ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എന്താ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ ലൈറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആദ്യം അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പോയി ഇതുണ്ടോ, അങ്ങനെ ഒരു ലൈറ്റ് ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാഗ്നറ്റാണ് വന്നിട്ടുള്ളത്. അതിവിടെ ഇങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പം ഇതൊന്ന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ലൈറ്റിൻ്റെ ഇവിടെ ഒട്ടിക്കാൻ ഈ കോയിൻ, ഇങ്ങനത്തെ കോയിനില്ലേ, ഇതുപോലത്തെ ഒരു ടൈപ്പ് സാധനം കിട്ടുമായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു 2 കോയിൻ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ എന്താ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയ. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതാണ് ക്ലിയർ ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനതവിടെ വെച്ച് കാണിച്ചരാം. ഇങ്ങനെയാണ് ഞാനിതിവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കേട്ടോ, അപ്പോൾ ഇതിനിതാ ഇങ്ങനെ ഒരു അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇൻഫ്ലുവൻസർ ലൈറ്റ് പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഇപ്പം ലൈറ്റ് ഇല്ലാത്തൊരു ഇതാണ് കേട്ടോ. ഇപ്പോൾ അത് ഞാൻ ലൈറ്റ് ഇടാം. കണ്ട് എപ്പിടി ഇരിക്കേ. ഓക്കെ, ഇനി ഇതിന് ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. കണ്ടാ, ലൈറ്റ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചിടാം. പിന്നെ ഇത് 3 മോഡലുണ്ട് തോന്നുന്നു. ഒന്ന് ഭയങ്കര ഡാർക്കായിട്ടുള്ളതും, ഒന്ന് ലൈറ്റായിട്ടുള്ള ഒരു വൈറ്റ് കളർ ലൈറ്റ്, അങ്ങനെ 2 പിന്നെ ഇതാ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഫിക്സിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ.